വയനാട്ടിലെ തൃക്കൈപ്പറ്റയിലെ വിശാലമായ നെൽപ്പാടങ്ങൾ. ഈ നെൽപ്പാടങ്ങൾക്കിടയിലെ കൊച്ചു വരമ്പിലൂടെ പാൻറ്റും ഷർട്ടും ഇട്ട് കാലിൽ വലിയ ബൂട്ടുമിട്ട് സായിപ്പിനെ പോലെ ഒരു മനുഷ്യൻ ചുറ്റും നോക്കിക്കൊണ്ട് നടക്കുന്നു. കഴുത്തിൽ ഒരു ക്യാമറയും. ഇതാണ് NV കൃഷ്ണൻ. വയസ്സ് 53. കർണാടകത്തിലെ മംഗലാപുരത്ത് നിന്ന് പൂർവികർ വയനാട്ടിലേക്ക് കുടിയേറി പാർത്തു. അവയിലെ ഒരു കണ്ണിയാണ് ഇന്ന് കൃഷ്ണൻ. മലബാറിലോ വയനാട്ടിൽ തന്നെയോ അധികമാരും അറിയാത്ത ഒരു നല്ല ഫോട്ടോഗ്രാഫറാണ് കൃഷ്ണൻ. അങ്ങനെ അറിയപ്പെടാൻ കൃഷ്ണൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷി നിരീക്ഷകൻ, പക്ഷിയുടെ സംരക്ഷകൻ, അതോടൊപ്പം പക്ഷികളുടെ പടം എടുക്കുന്നു. ബേർഡ് വാച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അറിയുന്നത് കുറേ അധികം ഒരു 60% കിളികളും നശിക്കാൻ കാരണം മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ അതിനെ കൊല്ലുക, ഡയറക്റ്റായിട്ട് കൊല്ലുന്നവരുണ്ട്, അല്ലാതെ ഈ വിഷം അങ്ങനത്തെയൊക്കെ തളിച്ചിട്ട് നമ്മുടെ കൃഷിഭൂമിയിലേക്ക് വിഷം തളിക്കുക, അങ്ങനെയും പക്ഷികൾ ചത്തുപോകുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ആദിവാസികൾ തന്നെ കുറേ ആളുണ്ട്, അവരുടെ അടുത്ത് 100 വട്ടം പറഞ്ഞ് ചെയ്യരുതെന്ന് പറഞ്ഞ് അവരെ മാറ്റിയെടുക്കുക തന്നെ ചെയ്യുന്നു നിർബന്ധപൂർവ്വം. അതിനെ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് നല്ല സഹകരണമുണ്ട്. ഇതിനെല്ലാം ഉപരി ഒരു ഉത്തമ കർഷകൻ കൂടിയാണ് NV കൃഷ്ണൻ. ചിത്രകലയോടുള്ള താല്പര്യം പിന്നീട് എപ്പോഴും ഫോട്ടോഗ്രാഫിയിലേക്ക് വഴിമാറി. ഫീൽഡ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച ഉത്തമൻ എന്ന ഫോട്ടോഗ്രാഫറായിരുന്നു പ്രചോദനം. വയനാട്ടിൽ ഈ പ്രദേശത്തുള്ള 146 പക്ഷിവർഗ്ഗങ്ങളെയും കൃഷ്ണന് നന്നായി അറിയാം. അവയെ സംരക്ഷിക്കുക എന്നാണ് ഇപ്പോഴത്തെ പ്രധാന ദൗത്യം. ഈ ചുറ്റുപാടിൽ തന്നെ 146 തരം കിളികളുണ്ട്. ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ ഫ്ലവർ പക്കർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത്. അതിൻ്റെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഊളി നെക്കിൾ സ്ട്രോക്ക് എന്ന് പറയും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് ഈ 146 തരം പക്ഷികളുള്ളത്. അതുകൂടാതെ നമ്മൾ ഇവിടേക്ക് വരുന്ന മൈഗ്രേറ്ററി ചെയ്ത് വരുന്ന പക്ഷികൾ വേറെയുണ്ട്. ഫോട്ടോഗ്രാഫിയിൽ ആദ്യം പ്രകൃതി കാഴ്ചകളായിരുന്നു ക്യാമറയിൽ പകർത്തിയത്. പിന്നീടാണ് പക്ഷികളിലേക്ക് തിരിഞ്ഞത്. ജീവൻ തുടിക്കുന്ന നിരവധി ചിത്രങ്ങൾ ഇന്ന് കൃഷ്ണന്റെ ശേഖരത്തിലുണ്ട്. എന്നാൽ കൃഷ്ണൻ ഒരു ഫോട്ടോ പ്രദർശനം പോലും നടത്തിയിട്ടില്ല. നിരവധി ദിവസങ്ങൾ രാത്രിയിൽ ഉറക്കം വിളച്ച് എടുത്ത ചിത്രങ്ങൾ ഏറെ ആകർഷകമാണ്. ആദ്യം ചിത്രകലയോടായിരുന്നു താല്പര്യം. കാണുന്നത് എന്തും ഫോട്ടോഗ്രാഫിയിലൂടെ നേടും എന്ന് തോന്നിയതുകൊണ്ടാണ് പിന്നെ ചിത്രകല ഉപേക്ഷിച്ചിട്ട് ഫോട്ടോഗ്രാഫിയിലേക്ക്. പടം എടുക്കുക സെക്കൻഡ് ഹോബിയാണ്. ഫസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെയാണ് ബേർഡ്സിനെ. ഹോബിയായിട്ട് തന്നെ അത് കൊണ്ടുനടക്കണം, അല്ലാതെ ഇത് സെയിൽ ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫർമാർ വരുന്നുണ്ട് നമ്മൾ തേടി. അവർക്കൊക്കെ സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട് പറ്റിയവർ. ഇപ്പോൾ ഒരു ഉൾപ്പക്കർ ഉണ്ട് മലയിലുള്ള. അപ്പോൾ ഏകദേശം ഒരു 18 ആൾക്കാർ വിവിധ സ്ഥലത്തു നിന്ന് വന്ന്, ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട്, ചെന്നൈയിൽ നിന്ന് വന്നവരുണ്ട്. അങ്ങനെ പലരും വന്ന് പടം എടുക്കുന്നു. ഞാനെടുക്കുന്ന കൂട്ടത്തിൽ മറ്റുള്ളവരെയും കൂടി സഹായിക്കുന്നു. കൃഷ്ണന്റെ ചിത്രങ്ങൾ മുംബൈയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാങ്ച്വറി ഏഷ്യ എന്ന പ്രസിദ്ധീകരണത്തിൽ വെളിച്ചം കാണാറുണ്ട്. സാങ്ച്വറി ഏഷ്യ WWF സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിന അവാർഡും കൃഷ്ണൻ ലഭിച്ചിട്ടുണ്ട്. ചെന്നൈ SRM യൂണിവേഴ്സിറ്റിയിൽ നടന്ന ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസിലും കൃഷ്ണൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പെൻഡെക്സിന്റെ സ്പോട്ട്മാറ്റിക് ക്യാമറയിലായിരുന്നു തുടക്കം. 12 വർഷം മുമ്പ് 4500 രൂപയ്ക്ക് വാങ്ങിയതാണിത്. തോക്ക് പോലെ ഉപയോഗിക്കാവുന്ന ഫോട്ടോ സ്നാപ്പർ ക്യാമറയിൽ നിരവധി ചിത്രങ്ങൾ കൃഷ്ണൻ പകർത്തിയിട്ടുണ്ട്. USSRന്റെ ലെൻസും ജപ്പാൻ ബോഡിയുമാണ് ഈ ക്യാമറയ്ക്ക്. ഇപ്പോൾ ഉപയോഗിക്കുന്ന നിക്കോൺ 5D ക്യാമറ മൈസൂർ രാജകുടുംബാംഗവും മുൻ മന്ത്രിയുമായ കാർത്തിക് ഗോർപഡെ സമ്മാനിച്ചതാണ്. കൃഷ്ണന്റെ വലിയ ആരാധകനും ഒരു ഫോട്ടോഗ്രാഫി പ്രേമിയുമാണ് അദ്ദേഹം. നല്ലൊരു കർഷകൻ കൂടിയാണ് NV കൃഷ്ണൻ. ജൈവവളം മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന പച്ചക്കറി തോട്ടത്തിൽ പാവയ്ക്ക, പടവലങ്ങ, തക്കാളി തുടങ്ങിയ നിരവധി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. ഈ തോട്ടത്തിൽ നിന്ന് നാട്ടുകാർക്ക് സൗജന്യമായ പച്ചക്കറികൾ കൊണ്ടുപോകാം. ഇതിനായി വേലിയിൽ സ്ഥിരമായൊരു കത്തിയും സ്ഥാപിച്ചിട്ടുണ്ട് കൃഷ്ണൻ. ഭാര്യ വീണ, മക്കളായ അപർണ, അഭിരാമി എന്നിവരടങ്ങുന്നതാണ് കൃഷ്ണന്റെ കുടുംബം. അപർണയും പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു ചിത്രകാരി കൂടിയാണ്. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന കൃഷ്ണന്റെ ദൈനംദിന കർമ്മങ്ങൾ രാത്രി ഏറെ വൈകിയാണ് അവസാനിക്കുന്നത്. ഇങ്ങനെ വൈവിധ്യമാർന്ന കർമ്മങ്ങൾ കൊണ്ട് വ്യത്യസ്തനാവുകയാണ് ഈ സൗമ്യനായ കർഷകൻ.